നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ ചതുർത്ഥ സ്കന്ധത്തിലെ ഭൃഗു ഹരിക്ക് നൽകുന്ന ശാപം ആണ് വായിച്ചത്. ഇനി വായിക്കുന്നത് ശുക്ര തപസ് ആണ്. അഥ ഏകാദശോധ്യായ ശുക്ര തപസ്. വ്യാസ ഉവാച തഥാഗതേഷു ദേവേഷു കാവ്യസ്ഥാൻ പ്രത്യുവാചഃ ബ്രാഹ്മണാ പൂർവമുക്തം യത് ശൃണുധ്വം ദാനവോത്തമ. ദേവന്മാർ പോയി കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യൻ അസുരന്മാരോട് പറഞ്ഞു, ഹേ ദൈത്യശ്രേഷ്ഠന്മാരെ, ബ്രഹ്മാവ് പണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് കേൾക്കിൻ. വിഷ്ണോർദൈത്യവധേയുക്തോ ഹനിഷ്യതി ജനാർദ്ദന വാരാഹരൂപം സംസ്ഥായ ഹിരണ്യാക്ഷോ യഥാഹതാം. ദൈത്യവധത്തിനു നിയുക്തനായ വിഷ്ണു ദൈത്യന്മാരെ കൊല്ലും. ജനാർദ്ദനൻ വരാഹരൂപം സ്വീകരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച പോലെ. യഥാ നൃസിംഹരൂപേണ ഹിരണ്യകശിപുർഹത തഥാ സർവാ കൃതോത്സാഹോ ഹനിഷ്യതി നൈചന്യതാം. നരസിംഹരൂപം കൈക്കൊണ്ട് ഹിരണ്യകശിപുവിനെ വധിച്ച പോലെ ഉത്സാഹിതയായ അദ്ദേഹം എല്ലാവരെയും ഹനിക്കും, അല്ലാതെ വരില്ല. നമേ മന്ത്രബലം സമ്യക് പ്രതിഭാതി യഥാ ഹരിം ജേതും യൂയം സമർത്ഥാസ്ത മയാ ത്രാതാസുരാനഥ. എന്റെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഹരിയെയും സുരന്മാരെയും ജയിക്കാൻ ഞാൻ രക്ഷിച്ചു നിങ്ങൾക്കു കഴിയുകയില്ല. എന്റെ മന്ത്രത്തിന് അത്രയ്ക്കൊന്നും ശക്തിയില്ല. തസ്മാത് കാലം പ്രതീക്ഷധ്വം നിത്യം ദം ദാനവോത്തമ അഹമദ്യാ മഹാദേവം മന്ത്രാർത്ഥം വ്രജാമി വൈ. അതുകൊണ്ട് ദാനവശ്രേഷ്ഠരെ, നിങ്ങൾ കുറെ കാലം കാത്തിരിക്കുക. ഞാനിപ്പോൾ ശക്തിയുള്ള മന്ത്രം നേടാൻ വേണ്ടി മഹാദേവനെ ആശ്രയിക്കാൻ പോകുകയാണ്. പ്രാപ്യ മന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി സാമ്പ്രതം യുഷ്മഭ്യം താൻ പ്രദാസ്യാമി യഥാർത്ഥം ദാനവോത്തമ. ഹേ ദാനവോത്തമന്മാരെ, മഹാദേവനിൽ നിന്ന് മന്ത്രങ്ങൾ നേടിക്കൊണ്ട് ഞാൻ വേഗം വരാം. ആ മന്ത്രങ്ങൾ നിങ്ങൾക്കു ഞാൻ യഥാർത്ഥമായും നൽകാം. ദൈത്യ ഊജോ പരാജിതാ കഥം സാധും പൃഥ്വ്യാം മുനിസത്തമ ശക്താ ഭവാമോ അപ്യഫലാസ്താവത്കാലം ത്രിദീക്ഷിതം. ഹേ മുനിസത്തമ, പരാജിതരായ ഞങ്ങൾ എങ്ങനെ ഭൂമിയിൽ കഴിയും? അത്രയും കാലം കാത്തിരിക്കാൻ ഫലമില്ലാത്ത ഞങ്ങൾ ശക്തന്മാരായി ഭവിക്കണം. നിഹതാപരിണാ സർവേ കേചിത് ശിഷ്ടാച്ച ധാനവാ നാദ്യായുക്താശ്ച സംഗ്രാമേ സ്ഥാതുമേവം സുഖാവഹാം. ശക്തന്മാരെല്ലാം കൊല്ലപ്പെട്ടു. അവശേഷിച്ച ദൈത്യന്മാരാകട്ടെ യുദ്ധത്തിന് കൊള്ളാവുന്നവരുമല്ലിപ്പോൾ. ഇങ്ങനെ സുഖിച്ചിരിക്കാൻ പറ്റിയതല്ലോ യുദ്ധം. ശുക്ര ഉവാച യാവദഹം മന്ത്രവിദ്യാമാനയിഷ്യാമി ശങ്കരത് താവത് ഭവദ്ഭിസ്താതവ്യം തപോയുക്തേ ശമാന്വിതേ. ഞാൻ ശങ്കരനിൽ നിന്ന് മന്ത്രവിദ്യ നേടിക്കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ ശമാധികൾ ശീലിച്ച് തപോനിതരായിരിക്കണം. സാമധാനാദായ പ്രോക്ത വിദ്ധി സമയോചിത ദേശം കാലം ഫലം വീരേ ജ്ഞാത്വാ ശക്തിബലം ബുധേ. സമാധാനാദ്യുപായങ്ങൾ സമയോചിതമായി പ്രയോഗിക്കേണ്ടവയാണെന്ന് വിദ്വാൻമാർ പറഞ്ഞിട്ടുണ്ട്. അറിവുള്ള വീരന്മാർ ഓരോന്ന് ചെയ്യുന്നത് ദേശവും കാലവും ഫലവും സൈന്യഫലവും മറ്റും നോക്കിയായിരിക്കണം. സേവാദ സമയേ കാര്യ ശത്രുണാം ശുഭകാമ്യയാ സ്വശക്ത്യുപചയേ കാലേ ഹന്തവ്യാസ്തേ മനീഷിഭി. ശുഭം ആഗ്രഹിക്കുന്ന പക്ഷം സമയം കണ്ട് ശത്രുവിനെ വേണ്ടി വന്നാൽ സേവിക്കണം, അതിൽ തെറ്റില്ല. സ്വന്തം ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്ന സമയത്ത് ബുദ്ധിയുള്ളവർ അവരെ സഹായിക്കുകയും ചെയ്യണം. തദ്ധ്യാവിനയം കൃത്വാ സമപൂർവം ചലേന വൈ തിഷ്ഠധ്വം സ്വനികേതേഷു ആത്മദാഗമനകാംക്ഷയാ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കളവായി വിനയം നടിച്ച് സൗമ്യരായി എന്റെ വരവും കാത്ത് സ്വസ്വഭവനങ്ങളിൽ കഴിഞ്ഞുകൂടണം. പ്രാപ്യമന്ത്രാൻ മഹാദേവാദാഗമിഷ്യാമി ധാനവാ യുദ്ധ്യമഹേ പുനർദേവാൻ മന്ത്രാമാത്ഥായ വൈഫലം. ധാനവരെ, മഹേശ്വരിൽ നിന്നും മന്ത്രങ്ങൾ നേടിക്കൊണ്ട് ഞാൻ വരാം. പിന്നെ നമുക്ക് ആ മന്ത്രബലം വച്ചുകൊണ്ട് ദേവന്മാരോട് യുദ്ധം ചെയ്യാം. ഇത്യുക്തോ അദ ഭൃഗുസ്തേഭ്യോ ജഗാമാ കൃതനിശ്ചയ മഹാദേവം മഹാരാജ മന്ത്രാർത്ഥം മുനിസത്തമ. ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് ശുക്രാചാര്യൻ നിശ്ചയചിത്തനായി പുറപ്പെട്ടു. മഹാരാജാവെ, മുനിസത്തമനായ അദ്ദേഹം മന്ത്രം നേടാൻ വേണ്ടി മഹാദേവ സന്നിധിയിലേക്ക് പോയി.
ധാനവാ പ്രേഷയാമാസു പ്രഹ്ലാദം സുരസന്നിധൗ സത്യവാദീനമവ്യഗ്രം സുരാണാം പ്രത്യയപ്രദം. ദാനവന്മാരാകട്ടെ ശുക്രാചാര്യൻ പോയി കഴിഞ്ഞപ്പോൾ പ്രഹ്ലാദനെ ദേവന്മാരുടെ അടുത്തേക്ക് അയച്ചു. അദ്ദേഹം സത്യവാദിയും ശ്രദ്ധാലുവും ദേവന്മാർക്ക് വിശ്വസ്തനുമാണല്ലോ. പ്രഹ്ലാദസ്തു സുരാൻ പ്രാഹ പൃശ്രയാവനതോ നൃപ അസുരേ സഹിതസ്തത്ര വചനം നമ്രതായുധം. രാജാവെ, പ്രഹ്ലാദൻ മറ്റ് അസുരന്മാരോടു കൂടി ദേവന്മാരുടെ അടുത്തെത്തി പ്രണമിച്ചു. പിന്നെ വിനയത്തോടു കൂടി പറഞ്ഞു, ന്യസ്തശസ്ത്രാവയം സർവേ നിസ്സന്നാഹസ്തദേവ ദേവാസ്തപശ്ചരിഷ്യാമ സംവൃതാ വൽക്കലയറിയുതാം. ദേവന്മാരെ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ആയുധങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. അതുപോലെ യുദ്ധത്തിന് ഒരുങ്ങുന്നുമില്ല. മരൂരി ധരിച്ച് ഞങ്ങൾ ഇനി തപസ് ചെയ്യാൻ പോകുകയാണ്. പ്രഹ്ലാദസ്യ വചഃ ശ്രുത്വാ സത്യാഭിവ്യാഹൃതം തതോ ദേവാ നിവർത്തന്ത വിജ്വരാ മുദിതാശ്ചതേ. പ്രഹ്ലാദന്റെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ച് ദേവന്മാർ മനപ്രയാസം കൂടാതെ സന്തുഷ്ടരായി മടങ്ങി. ന്യസ്തശസ്ത്രേഷു ദൈത്യേഷു വിനിവൃത്താസ്തദാസുരാ വിശ്രബ്ധാ സ്വഗൃഹാൻ ഗത്വാ ക്രീഡാസക്താസു സംസ്ഥിതാ. ദൈത്യന്മാർ ശസ്ത്രം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ മടങ്ങിയ ദേവന്മാർ വിശ്വാസത്തോടെ ഗൃഹങ്ങളിലെത്തി ക്രീഡാസക്തരാകുകയും സ്വസ്ഥരാകുകയും കഴിഞ്ഞു. ദൈത്യാം തമം സമാലംബ്യ താപസാത്സതപിസ്തംയുധ കശ്യപാസ്യ ശ്രമേവാസം ചക്രു കാവ്യാഗമേച്ഛയാ. ദൈത്യന്മാർ ദമനശീലരായി തപോവൃത്തിയിൽ മുഴുകി കശ്യപന്റെ ആശ്രമത്തിൽ ശുക്രന്റെ വരവും പ്രതീക്ഷിച്ചു വസിച്ചു. കാവ്യോഗത്വാദ കൈലാസം മഹാദേവം പ്രണമ്യ ച ഉവാച വിപുനാ പൃഷ്ട കിം തേ കാര്യം ഇതി പ്രഭു. ശുക്രാചാര്യൻ കൈലാസത്തു ചെന്ന് മഹാദേവനെ പ്രണമിച്ചു. നിനക്ക് എന്താണ് ആവശ്യമെന്ന് പ്രഭുവായ മഹാദേവൻ ചോദിച്ചപ്പോൾ ശുക്രൻ അദ്ദേഹത്തോട് പറഞ്ഞു, മന്ത്രാനിച്ഛാമ്യഹം ദേവ സന്ധി ബൃഹത്പദോ പരാജയായ ദേവാനാമസുരാണാം ജയായ ച. ദേവന്മാർക്ക് പരാജയമുണ്ടാകുന്നതിനും അസുരന്മാർക്ക് ജയമുണ്ടാകുന്നതിനും വേണ്ടി ഹേ മഹാദേവ, ബൃഹസ്പതിക്ക് സ്വാധീനമാവത്തത്ര മന്ത്രങ്ങൾ എനിക്ക് ലഭിക്കണം. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം തസ്യ സർവജ്ഞ ശങ്കര ശിവ ചിന്തയാമാസ മനസാ കിം കർത്തവ്യമദപരം. ശുക്രാചാര്യൻ പറഞ്ഞത് കേട്ടപ്പോൾ സർവജ്ഞനും ശങ്കരനുമായ ശിവൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് മനസ്സ ആലോചിച്ചു. സുരേഷു ദ്രോഹബുദ്ധ്യാ അസൗ മന്ത്രാർത്ഥമിഹ സംവ്രതം പ്രാപ്തകാവ്യോ ഗുരുസ്തേഷാം ദൈത്യാനാം വിജയായ ച. ദേവന്മാരിൽ ദ്രോഹബുദ്ധിയോടു കൂടിയാണ് മന്ത്രം ലഭിക്കാൻ ഇവൻ ഇവിടെ വന്നിരിക്കുന്നത്. ദൈത്യഗുരുവായ ഈ ശുക്രൻ അവരുടെ വിജയം ആഗ്രഹിക്കുന്നു. രക്ഷണീയാമയാ ദേവ ഇതി സഞ്ചിന്യ ശങ്കര ദുഷ്കരം വ്രതമത്യുഗ്രം തമുവാച മഹേശ്വര. ദേവന്മാരെ എങ്ങനെയും രക്ഷിക്കണം എന്ന് ചിന്തിച്ചിട്ട് ശങ്കരൻ അദ്ദേഹത്തോട് ദുഷ്കരവും അത്യുഗ്രവുമായ വ്രതമനുഷ്ഠിക്കാൻ ആവശ്യപ്പെട്ടു. പൂർണ്ണം വർഷസഹസ്രം തു കണധൂമാവാക്ഷിതാചിരാ യദി പാസ്യസി ഭദ്രം തേ തതോ മന്ത്രാനവപ്സ്യസി. പൂർണ്ണമായി 1000 വർഷം കിഴക്കും തൂക്കായി കിടന്ന് കണധൂപം പാനം ചെയ്യുന്ന പക്ഷം അങ്ങേക്ക് നന്മയുണ്ടാകും, മന്ത്രസിദ്ധിയും ഉണ്ടാകും. ഇത്യുക്ത്വാ സോ പ്രണമ്യേശം ഭാടമിത്യബ്രവീധ്വജ വ്രതം ചരാമ്യഹം ദേവ ത്വയാ ജ്ഞപ്ത സുരേശ്വര. ഇങ്ങനെ പറഞ്ഞു കേട്ട ശുക്രാചാര്യൻ മഹേശ്വരനെ പ്രണമിച്ചിട്ട് പറഞ്ഞു, ഹേ സുരേശ്വര, അങ്ങനെ ചെയ്യാം. അങ്ങ് കൽപ്പിച്ചവണ്ണം വ്രതം ഞാൻ അനുഷ്ഠിക്കാം. വ്യാസോവാച ഇത്യുക്ത്വാ ശങ്കരം കാവ്യശകാര വ്രതമുത്തമം ധൂമപാനരദശാന്തോ മന്ത്രാത്ത കൃതശയ. ഇങ്ങനെ ശങ്കരനോട് സമ്മതിച്ചിട്ട് ശുക്രാചാര്യൻ ധൂമപാനരതനായി ശാന്തനായി മന്ത്രലബ്ധിയിൽ ഉറച്ച വിശ്വാസത്തോടെ അത്യുത്തമമായ ആ വ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി. തതോ ദേവാ പരിജ്ഞാത്വാ കാവ്യം വ്രതരഥം ദദാ ദൈത്യാധംഭ രഥാംശൈവ ബഭൂവുർമന്ത്രസ്തത്പരാം. ശുക്രാചാര്യൻ വ്രതനിഷ്ഠയിലാണെന്നും അസുരന്മാർ അതുമൂലം അഹങ്കരിക്കുകയാണെന്നും മനസ്സിലാക്കിയിട്ട് ദേവന്മാർ അപ്പോൾ പരസ്പരം ആലോചിച്ചു. വിചാര്യ മനസാ സർവേ സംക്രമായോധ്യതാ നൃപ യുധുർധൃതായുധാസ്തത്ര യത്ര തേ ധാനവോത്തമാം. രാജാവേ, ദേവന്മാരെല്ലാം ഉറച്ച തീരുമാനമെടുത്തിട്ട് യുദ്ധത്തിന് തയ്യാറായി
ദാനവശ്രേഷ്ഠന്മാർ വസിക്കുന്നിടത്തേക്ക് ആതുധനധാരികളായി പുറപ്പെട്ടു. ധാനഘാതാൻ സമീക്ഷ്യാദ സായുധാൻ സംശിതാംസ്തദാ ആസംസ്തേ ഭയം സംവിഘ്ന ദൈത്യാ ദേവാൻ സമന്തത. പടച്ചട്ടയണിഞ്ഞ് ആയുധധാരികളായി ഞങ്ങളുടെ സമീപത്തേക്കു അടഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവന്മാരെ കണ്ട് ദാനവന്മാർ ഭയസംതപ്തരായി തീർന്നു. ഉത്പേദു സഹസാ തേ വൈ സന്നദ്ധാൻ ഭയകർഷിത അഭ്രൂം വചനം തഥ്യം തേ ദേവാൻ ഫലദർപ്പിതാൻ. ആ ദൈത്യന്മാർ ഭയപ്പെട്ട് പെട്ടെന്ന് ചാടി എണീറ്റ് ഫലത്താൽ അഹങ്കരിക്കുന്നവരും സന്നദ്ധരുമായ ദേവന്മാരോട് സത്യമായി പറഞ്ഞു. ന്യസ്തശസ്ത്രേ ഭഗവതി ആചാര്യേ വ്രതമാസ്തിതേ ദത്വാ ഭയം പുരാ ദേവ സംപ്രാപ്താനോ ജികാംസയാ. ഞങ്ങളുടെ ആചാര്യൻ ആയുധങ്ങളെ പേക്ഷിച്ച് വ്രതനിഷ്ഠനായിരിക്കെ ദേവന്മാരെ നിങ്ങൾ ആദ്യം അഭയം നൽകിയിട്ട് ഇപ്പോൾ ഞങ്ങളെ വധിക്കാൻ വന്നിരിക്കുന്നുവോ? സത്യം വാക്വഗതം ദേവ ധർമ്മശ്ച ശ്രുതിരോധിത ന്യസ്തശസ്ത്രാന ഹന്തവ്യാ ഭീതാശ ശരണം ഗത. നിങ്ങളുടെ സത്യവും വേദനിഷ്ഠമായ ധർമ്മവും എവിടെ പോയി? ആയുധം വെടിഞ്ഞവരെല്ലാവരെയും ഭയപ്പെട്ടവരെയും അഭയം പ്രാപിച്ചവരെയും കൊല്ലാമോ? ദേവ ഊജു ഭക്തി പ്രേഷിത കാവ്യോ മന്ത്രാർത്ഥം ഗഹഗേന ച തപോജ്ഞാനം ഹി യുക്ഷ്മാകം തേന യുദ്ധ്യാമയേവ ഹി. മന്ത്രലബ്ധിക്കു വേണ്ടി നിങ്ങൾ ശുക്രാചാര്യരെ അയച്ചിരിക്കുകയാണ്. നിങ്ങളുടെ തപസ്സും ജ്ഞാനവും എല്ലാം വെറും ബോഷ്കാണ്. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധം ചെയ്യാനാണ് തുടങ്ങുന്നത്. സഞ്ജാഭവന്തു യുദ്ധായ സംരബ്ധ ശത്രപാണയ ശത്രുചിച്ഛ്രേണ ഹന്തവ്യ ഏഷ ധർമ്മ സനാതന. ആയുധവും ഏന്തി യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളിൻ. തക്കം പാർത്ത് ശത്രുവിനെ സംഹരിക്കണമെന്നാണ് ശാശ്വത നിയമം. വ്യാസ ഉവാച തച്ഛ്രുത്വാ വചനം ദൈത്യ വിചാര്യ ച പരസ്പരം പലായനപരാ സർവേ നിർഗത ഭയവിഹ്വല. ആ വാക്കു കേട്ട് ദൈത്യന്മാർ പരസ്പരം കൂടി ആലോചിച്ചു. ദേവന്മാർ അപ്പോൾ യുദ്ധത്തിൽ ജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കി എല്ലാവരും ഭയപ്പെട്ട് ഓടിപ്പോയി. ശരണം ദാനവാദ്യഗ്മുർഭേദാസ്തേ കാവ്യമാതരം ദൃഷ്ട്വാ ദാനതി സംതപ്താനഭയം ച ദധാവതാം. ഭയപ്പെട്ട ദാനവന്മാർ ശുക്രമാതാവിനെ ശരണം പ്രാപിച്ചു. അവർ അത്യധികം ദുഃഖിതരാണെന്ന് കണ്ട ആ മാതാവ് അവർക്ക് അഭയം നൽകി. കാവ്യമാതോ വാച ന ഭേദവ്യം ഭയം ത്യജത ദാനവാ മത്സനിദ്വാ വർത്തമാനാൻ ഭവേതുമർഹതി. ഹേ ദാനവന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയം വെടിയിൻ. എന്റെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾക്ക് ഭയക്കാനില്ല. തച്ഛ്രുത്വാ വചനം ദൈത്യാസ്തിതസ്തത്ര ഗതവ്യതാ നിരായുധാഃ സംഭ്രാതാസ്തത്രാശ്രമവരേ അസുരാ. ആ വാക്കേട്ട് ആയുധമില്ലാത്തവരാണെങ്കിലും അല്ലലില്ലാതെയും സംഭ്രമിക്കാതെയും ദൈത്യന്മാർ ആശ്രമത്തിൽ തന്നെ നിന്നു. ദേവാസ്താൻ വിദ്രുതാൻ വീക്ഷ്യ ദാനവാസ്തേർഭതാനുഗാം അഭിജഗ്മു പ്രസഹ്യൈതാന വിചാര്യ ഫലാഫലം. ദൈത്യന്മാരെല്ലാം ഭയപ്പെട്ട് ഓടിപ്പോയ കണ്ട് ദേവന്മാർ ഫലാഫലം നോക്കാതെ അവരെ പിന്തുടർന്ന് കാവ്യമാതാവിന്റെ ആശ്രമത്തിലേക്ക് ഫലാൽ കടന്നു ചെന്നു. തത്രാഗതാ സുരാ സർവേ ഹംദം ദൈത്യാ സമുദ്യതാ വാരിദാ കാവ്യമാത്രാപി ജഗ്നു സ്ഥാനാം മസ്തിദാൻ. അവിടെ ചെന്നു ചേർന്ന ദേവന്മാരെല്ലാം അസുരന്മാരെ കൊല്ലാൻ ഉരുമ്പെട്ടു. കാവ്യമാതാവ് തടഞ്ഞെങ്കിലും ആശ്രമത്തിൽ നിന്നിരിക്കുന്ന ദൈത്യന്മാരെ അവർ വിട്ടില്ല. ഹന്യമാനാൻ സുരേ ദൃഷ്ട്വാ കാവ്യാ മാതാതിവേപിതാ ഉപാച സർവാൻ സന്നിദ്രാസ്തപാസാ വൈസ്കരോമ്യഹം. ദേവന്മാർ തന്നെ അഭയം പ്രാപിച്ചവരെ കൊല്ലുന്നത് കണ്ടിട്ട് ഭയപ്പെട്ട് വിറച്ച് കാവ്യമാതാവ് പറഞ്ഞു, തപോബലത്താൽ ഞാൻ സകലരെയും ഉറക്കിക്കളയുന്നുണ്ട്. ഇത്യുക്ത്വാ പ്രേരിതാ നിദ്രാ താനഘത്യാപപാത ച സേദ്രാ നിദ്രാ വശം യാദാ ദേവാ മോഘവദാ സ്ഥിതാ.
പറഞ്ഞ് പ്രേരിപ്പിച്ചു വിട്ട നിദ്രാദേവി ദേവന്മാരെ എല്ലാം ബാധിച്ചു. ഇന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ നിദ്രയ്ക്ക് വിധേയരായി മൂകന്മാരെ പോലെ ആയിത്തീർന്നു. ഇന്ദ്രം നിദ്രാജിതം ദൃഷ്ട്വാ ദീനം വിഷ്ണുരഭാഷത മാം ത്വം പ്രവിശ ഭദ്രം തേ നയേ ത്വം ച സുരോത്തമ. ഇന്ദ്രൻ നിദ്രാധീനനായി ദീനനായിരിക്കുന്നുവെന്ന് കണ്ട വിഷ്ണു അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ, നീ എന്നിൽ കടന്നുകൂടിക്കൊള്ളുക, ഞാൻ നിന്നെ നയിച്ചു കൊള്ളാം. ഏവമുക്തസ്തദോ വിഷ്ണും പ്രവിവേശ പുരം ധര നിർഭയോഗത നിദ്രശ ബഭൂവ ഹരിരക്ഷിത. ഇങ്ങനെ പറഞ്ഞു കേട്ട ദേവേന്ദ്രൻ വിഷ്ണുവിൽ പ്രവേശിച്ചു. ഹരിയാൽ രക്ഷിക്കപ്പെട്ട അദ്ദേഹം അങ്ങനെ നിർഭയനും നിദ്രവിട്ടവനുമായി. രക്ഷിതം ഹരിനാ ദൃഷ്ട്വാ ശക്രം തത്ര ഗതവ്യതം കാവ്യമാതാ തദക്രുദ്ധ വചനം ചേതമബ്രവീത്. വിഷ്ണു രക്ഷിച്ചതു മൂലം ദുഃഖമറ്റവനായി തീർന്ന ഇന്ദ്രനെ കണ്ട കാവ്യമാതാവ് കോപത്തോടെ ഇങ്ങനെ പറഞ്ഞു, മഗവം ത്വം ഭക്ഷയാമി സവിഷ്ണും വൈ തപോഫലാത് പശ്യതാം സർവദേവാനാമീദൃശം മേ തപോഫലം. ഏ ദേവേന്ദ്ര, തപോബലം കൊണ്ട് ഞാൻ നിന്നെ വിഷ്ണുവിനോടൊപ്പം ദേവന്മാർ കാണുകെ ഉടൻ തിന്നുന്നുണ്ട്. എന്റെ തപോബലം കണ്ടോളിൻ. വ്യാസോവാച യുക്തോ തു തയാ ദേവോ വിഷ്ണുനിന്ദ്രോ യോഗവിദ്യയാ അഭിഭൂതോ മഹാത്മാനോ സ്തബ്ധോ തോ സംഭവൂവത. കാവ്യമാതാവ് അങ്ങനെ പറയവേ ദേവന്മാരും മഹാത്മാക്കളുമായ ആ വിഷ്ണുവും ഇന്ദ്രനും യോഗവിദ്യ ബാധിച്ചതിനാൽ ഒന്നും ചെയ്യാനാവാതെ സ്തബ്ധരായി പോയി. വിസ്മിതാസ്തു ദദാ ദേവാ ദൃഷ്ട്വാ താവതി ബാധിതൗ ചക്രോ കിലാ ശബ്ദം തദസ്തേ ദീനമാനസാം. അവർ അത്യധികം പീഡിതരാണെന്ന് കണ്ട ദേവന്മാർ വിസ്മയിച്ചു പോയി. ധീരമാനസരായ അവർ കില ശബ്ദം പുറപ്പെടുവിച്ചു. ക്രോശമാനാൻ സുരാൻ ദൃഷ്ട്വാ വിഷ്ണു പ്രാഹശചീപതി വിശേഷേണാഭിഭൂതോ അസ്മി തത്തോഹം മധുസൂദന. വിലപിക്കുന്ന ദേവന്മാരെ കണ്ട ദേവേന്ദ്രൻ വിഷ്ണുവിനോട് പറഞ്ഞു, ഹേ മധുസൂദന, ഞാൻ പ്രത്യേകിച്ചും അങ്ങേക്കാൾ അവശനായി തീർന്നിരിക്കുന്നു. ജഹ്യനാം തരസാ വിഷ്ണു യാവനൗന ദേഹത് പ്രഭോ തപസാദർപ്പിതാം ദൃഷ്ടാ മാ വിചാരായ മാധവ. പ്രഭുവായ വിഷ്ണു, നാം ദഹിക്കുന്നതിന് മുമ്പായി ഉടൻ തന്നെ ഇവളെ സംഹരിച്ചാലും. തപസ്സുകൊണ്ട് അഹങ്കരിക്കുന്ന ദുഷ്ടിയാണിവൾ. ഇവളെ കൊല്ലുന്ന കാര്യത്തിൽ ഒന്നും ചിന്തിക്കാനില്ല. യുക്തോ ഭഗവാൻ വിഷ്ണു ചക്രേണ പ്രതിതേന ച ചക്രം സുസ്മാര തരസാ ഗൃണാം ത്യക്വാദ മാധവ. പ്രസിദ്ധനായ ഇന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു ദൈന്യതയും കൂടാതെ സുദർശനചക്രത്തെ സ്മരിച്ചു. സ്മൃതാമാത്രം തു തം പ്രാപ്തം ചക്രം വിഷ്ണുവശാനുഗം ദദാരാചകരേ ക്രുദ്ധോ വദാർത്ഥം ചക്രതോ ചോദിത. വിഷ്ണുവിന്റെ ആജ്ഞാനുവർത്തിയ സുദർശനചക്രം സ്മരിച്ച മാത്രയിൽ തന്നെ പ്രത്യക്ഷമായി. ചക്രം പ്രേക്ഷിച്ച നിമിത്തം കാവ്യമാതാവിനെ വധിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ക്രോധത്തോടെ ചക്രം കയ്യിലെടുത്തു. ഗൃഹീത്വാ തത്കരേ ചക്രം ശിരശ്ചിച്ഛേദരം ചക്രോ മുദിതശാഭ. ആ ചക്രം കയ്യിലെടുത്ത് അതിവേഗം അദ്ദേഹം അവളുടെ ശിരസ് ഛേദിച്ചു. അവൾ വധിക്കപ്പെട്ടത് കണ്ട ദേവേന്ദ്രൻ വളരെ സന്തുഷ്ടനാവുകയും ചെയ്തു. ദേവാശാതീവ സന്തുഷ്ട ഹരിം ജയ ജയേതി ച തുഷ്ടുവുർമുദിതാ സർവേ സംജാത വിഗതജ്വര. ദേവന്മാർ വളരെ സന്തോഷിച്ച് ജയ ജയ ശബ്ദം മുഴക്കി ഹരിയെ സ്തുതിച്ചു. അങ്ങനെ ദേവന്മാർ സന്തുഷ്ടരും സന്താപമറ്റവരുമായി. ഇന്ദ്രവിഷ്ണു സംജാതൗ തക്ഷണാധൃതയസ്വ്യദൗ ത്രീവദാശ ശങ്കമാനൗ തു ഭൃഗോ ശാപം ദുരത്യം. തടുക്കാനാവാത്ത ഭൃഗുശാപത്തെപ്പറ്റിയും ശ്രീവധത്തെപ്പറ്റിയും ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ദേവേന്ദ്രനും വിഷ്ണുവിനും ഹൃദയവ്യതയുണ്ടായി. ഇത് ശ്രീദേവി ഭാഗവതേ ചതുർത്ഥ സ്കന്ധേ ഏകാദശോധ്യായ. ഓം മഹാദേവി നമഃ.